നമ്മളെല്ലാവരും സാറിനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ആണോ? അതെ സർ, 2 വാക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഐ എം ഇൻവൈറ്റിംഗ് യു ഹിയർ ടു ടെൽ എ ഫ്യൂ വേർഡ്സ്. ഒരു കയ്യടി ആവാട്ടോ. കലാസുഭകതയും സൗന്ദര്യവും സുഗന്ധമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ വിശിഷ്ടമായ സംഗമീതിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ കലാകാരന്മാരെ, കലാകാരികളെ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇത് നേരത്തെ തന്നെ ആമുഖം നൽകിയപ്പോഴെല്ലാം കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ പങ്കെടുത്തവരും നിങ്ങളെല്ലാം അനുവാദത്തോടും അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഉപഹാര സമർപ്പണം നൽകാനും സാധിച്ചു. സ്വീകരിക്കപ്പെട്ട ആളുകളെല്ലാം നിങ്ങൾക്കറിയാം. സ്വാഗതം ആശംസിച്ച രാജേഷ് പുത്തമ്പുരയിൽ, CB മലയിൽ ചേട്ടൻ, കമൽ ചേട്ടൻ, TV ചന്ദ്രൻ, അഞ്ജലി നായർ തുടങ്ങി പേരെടുത്ത് പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങളാണ്. ഇതുപോലുള്ള കലാരംഗത്തെ അപൂർവമായ സിദ്ധി ചൈതന്യങ്ങൾ നമ്മുടെ സിനിമാ ലോകത്ത്, കലാരംഗത്ത് അർവചനീയമായ സംഭാവന നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. സിനിമയും സിനിമയിലൂടെ വിനീതമാക്കപ്പെടുന്ന സന്ദേശവും വാസ്തവത്തിൽ അതിന് അതിവരമ്പകളില്ല. അത് മനുഷ്യ മനസ്സിനെ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ സാമൂഹ്യ പദവിന്യാസങ്ങളിൽ എത്രയേറെ സ്വാധീനം ചെലുത്തുമെന്ന് പറയേണ്ടതായിട്ടുമില്ല. ആധുനികവൽക്കരിക്കപ്പെട്ട ഒരുപാട് സാങ്കേതിക ശാസ്ത്രീയ മാറ്റങ്ങളോടുകൂടി സിനിമ ഇന്ന് കൂടുതൽ വ്യാപകമാവുകയാണ്. അത് സമാരംഭകാലത്തുണ്ടായിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ, അന്നുണ്ടായിരുന്ന അവതരണ സംവിധാനം, ഇതെല്ലാം ഓർമ്മകളിലുണ്ട് ചിലർക്കെങ്കിലും. ഇതെല്ലാം കഴിഞ്ഞു ആധുനികവൽക്കരികൾ. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന സിനിമ, ആ സിനിമയിലൂടെ ആവിഷ്കൃതമാകുന്ന സന്ദേശം, ആ സന്ദേശങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ നമ്മുടെ നിത്യജീവിതത്തിന് അമൂല്യമായ സംഭാവന നൽകുന്നതാണ് എന്ന് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദീർഘമേറിയ പ്രസംഗത്തിന് അവസരമില്ല. കാരണം ഇത് ആ നിലയിലുള്ള ഒരു സംഗമീതിയാണ്. ഇതിൻ്റെ പ്രവിശാലമായ തലങ്ങളിൽ നിരവധി ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സാംസ്കാരിക സ്പന്ദങ്ങളുമുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രമുഖരായ താരങ്ങളും രംഗത്തുള്ളവരെല്ലാം തന്നെ ഇവിടെ സംഗമിച്ചതുകൊണ്ട് തീർച്ചയായും അതിനും ഒരു മുഖപുര കൂടുതൽ നൽകേണ്ടതായിട്ടേ ഇല്ല. സിനിമയിലെ പ്രമുഖരായ പലരുമായും യാദൃച്ഛികമായും അല്ലാതെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ബന്ധപ്പെടാൻ കഴിഞ്ഞത് എൻ്റെ ഏക മകൻ, സർക്കാർ ജോലിയൊന്നുമില്ല, അവൻ അവിയൽ ബാൻഡിലെ ഡ്രമ്മറാണ്, മിഥുൻ. അവൻ മുഖേന ചില താരങ്ങളെ, പുതിയ പുതിയ താരങ്ങളെ ബന്ധപ്പെടാനും കാണാനും ബന്ധപ്പെടാനും സാധിച്ചു. എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ജീവിതയാത്രയിലെ അതിവിശിഷ്ടമായ വ്യക്തിത്വങ്ങളായി കാണാനും കഴിയുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ഈ വർത്തമാനകാലത്ത് ഒരുപാട് കാര്യങ്ങളിലുണ്ട് നമുക്ക് സഹകരിക്കാൻ. സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സിനിമയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇന്നെല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെയും ലഹരി മരുന്നിൻ്റെയും വ്യാപനം, ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച്. അതിനെതിരായിട്ടുള്ള മറ്റു നടപടിക്രമങ്ങളല്ല, നേരെ മറിച്ച് മാനസികമായി ഹൃദയപരമായി പരിവർത്തിതമാക്കി അതിനെതിരായിട്ടുള്ള സാംസ്കാരിക നവോത്ഥാന ചിന്തകൾ നൽകുന്നതിന് സാധ്യമാകുന്ന ഉപകരണമാണ് സിനിമയും അതുപോലെ കലാരംഗങ്ങളുടെ പ്രവർത്തനങ്ങളും എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. സിബിയും ഇപ്പോൾ ഒരിടത്ത് പറയേണ്ട ഇവിടെയുള്ള പ്രധാനപ്പെട്ട സിനിമ സംവിധായകന്മാരും അവരെല്ലാം തന്നെ സാമൂഹ്യ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവന നൽകിയതാണ്. കാരണം ആ രംഗത്ത് വെറും ഒരു കലാപരിപാടി എന്ന നിലക്കല്ല, നേരെ മറിച്ച് ചിന്താഭരിതമായ ദർശനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരുപാട് സിനിമകൾക്ക് രൂപഭാവങ്ങൾ നൽകിയിട്ടുള്ളതാണ്
നമ്മുടെ ഈ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളിവരുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സ്നേഹാദര പരിസരം സന്തോഷ പരിസരം വിനയാന്വിതമായി നിർവഹിച്ചുകൊണ്ട് 2 വരികൾ കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗം ഞാൻ സമാപിക്കാം. ഞാനൊരു പാട്ടുകാരനോ ഗായകനോ ഒന്നുമല്ല. നമ്മുടെ അടുത്ത കാലത്ത് നമ്മോട് കലാരംഗത്തോടെ വിട പറഞ്ഞ ജയചന്ദ്രൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വേദികളിൽ പാടുന്ന 2 വരികളാണ്. അത് ആലപിക്കാനുള്ള സൗന്ദര്യബോധമൊന്നും ഇല്ലെങ്കിലും അത് കഴിയുന്നതുവരെ അല്പസമയം നിങ്ങൾ സഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ജയചന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് സുപ്രധാനമായ പങ്കുണ്ട് എന്നുകൂടി ഞാൻ വിളിച്ചു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി മിഴിനീട്ടുമ്പോൾ, താരാട്ടിനനുയാത്ത നിദ്രതൻ മിഴികളിൽ താമരമുകുളങ്ങൾ പിരിയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. എല്ലാവർക്കും നമസ്കാരം.